ഒമ്പതാമത്തെ റുക്ന് വത്വമഅ്നീനതു ഫീ ജമീഇൽ അർക്കാൻ. എല്ലാ റുക്നുകളിലും എന്ത് ചെയ്യണം? അടക്കവും ഒതുക്കവും ഉണ്ടാവണം. ത്വമഅ്നീനത്ത് അത് നിസ്കാരത്തിൻ്റെ റുക്നാൻ. ഇപ്പോൾ നമ്മൾ തുടക്കം മുതൽ പറഞ്ഞു വരുന്ന ഹദീസാണ് ഹദീസു മുസീഇ സ്വലാത്ത്. നിസ്കാരത്തിൽ തെറ്റ് സംഭവിച്ച സ്വഹാബിയുടെ ഹദീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ പറഞ്ഞല്ലോ. ഇപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. എത്ര ഹദീസുകൾ? 5374 ഹദീസുകളാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 5374 ഹദീസുകൾ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എത്രയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്? 1660 ഹദീസുകൾ. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബിമാരും മദീന പള്ളിയിൽ നിൽക്കാൻ. അപ്പോൾ ഒരു സ്വഹാബി കയറി വന്നു. അയാൾ നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് സലാം പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി. പോയിട്ട് നിസ്കരിക്ക്, നീ നിസ്കരിച്ചിട്ടില്ല. അയാൾ നിസ്കരിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വന്നത്. നബി അയാളുടെ നിസ്കാരം കണ്ടുകൊണ്ടിരിക്കാൻ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഇർജി ഫസല്ലി, നീ പോയിട്ട് നിസ്കരിക്ക്, നീ നിസ്കരിച്ചിട്ടില്ല. അപ്പോൾ അയാൾ രണ്ടാമത് വീണ്ടും ചെന്നു, പോയി നിസ്കരിച്ചു, തിരിച്ചു വന്നു, നബിയോട് സലാം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി, നീ നിസ്കരിച്ചിട്ടില്ല, പോയിട്ട് നിസ്കരിക്ക്. രണ്ടാമത് വീണ്ടും പോയി, മൂന്നാമതും പോയി. മൂന്നാമത് പോയിട്ട് നിസ്കരിച്ച് വന്നപ്പോഴും നബി എന്താ പറഞ്ഞത്? നിസ്കരിച്ചിട്ടില്ല, പോയിട്ട് നിസ്കരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്വഹാബി പറഞ്ഞു, വല്ലദീ ബഅസക ബിൽ ഹഖ്, അള്ളാഹു ആണേ സത്യം, ഇങ്ങനല്ലാതെ നിസ്കരിക്കാൻ എനിക്കറിയില്ല. ഫഅല്ലിംനി, അള്ളാഹുവിൻ്റെ റസൂലെ എങ്ങനെ നിസ്കരിക്കേണ്ടത് നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരൂ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാണ്? പഠിപ്പിച്ചു കൊടുക്കാൻ. നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ തക്ബീർ ചൊല്ലണം, ഫാത്തിഹ ഓതണം, റുക്കൂ ചെയ്യണം. ഹത്താ തത്മഇന്ന റാക്കിഅ, ആ റുക്കൂയിൽ എന്ത് ചെയ്യണം? അടങ്ങി ഒതുങ്ങി കഴിയണം. പിന്നെ സുമ്മ റഫഅ ഹത്താ തഅ്തദില ഖായിമ, പിന്നെന്ത് ചെയ്യുക? റുക്കൂയിൽ നിന്ന് ഉയരുക, ഇഅ്തിദാലിൽ മുതുക് നിവർത്തി നേരെ നിൽക്കുക. പിന്നെ സുജൂദ് ചെയ്യുക, ഹത്താ തത്മഇന്ന സാജിദ, ആ സുജൂദിൽ അടങ്ങി ഒതുങ്ങി കഴിയുക. പിന്നെ ആ സുജൂദിൽ നിന്ന് ഉയരുക, ഹത്താ തത്മഇന്ന ജാലിസ, എന്നിട്ട് അടങ്ങി ഒതുങ്ങി ഒതുക്കം വരുന്നവരെ എന്ത് ചെയ്യുക? ഇരിക്കുക. ഇത് എന്ത് ചെയ്യുക? നിസ്കാരത്തിൽ വഫ്അൽ ദാലിക ഫീ സ്വലാതിക കുല്ലിഹാ, നിങ്ങളുടെ നിസ്കാരത്തിൽ മൊത്തം എന്ത് ചെയ്യണം? ഈ വിഷയങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് ആ സ്വഹാബിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരം പഠിപ്പിച്ചു കൊടുക്കാൻ. ഒരു തവണയല്ല, 2 തവണയല്ല, 3 തവണയാണ് എന്ത് ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയെ മടക്കി അയച്ചത്. അവിടെ ഒരു അധ്യാപകൻ്റെ ഒരു ഐഡിയ കൂടിയാണത്. ആ 3 തവണ മടക്കി അയച്ച അയാൾ പിന്നെ ആ ജീവിതത്തിൽ ആ സംഭവം മറക്കുമോ? 3 തവണ അയാളെ കൊണ്ട് ആവർത്തിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യിപ്പിച്ച ഒരു കാര്യം പിന്നെ അയാൾ മറക്കുമോ? അതൊരു സൈക്കോളജിക്കലായുള്ളൊരു വശം കൂടിയാണ്. അപ്പോൾ ഇതാണ് ഹദീസു മുസീഇ സ്വലാത്ത്, നിസ്കാരം തെറ്റിയ ആളുടെ ഹദീസ് എന്ന് പറയുന്നത്. ഇത് നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണ് എന്ത്? ത്വമഅ്നീനത്ത് ഉണ്ടാവണം, നിസ്കാരത്തിൽ അടങ്ങി ഒതുങ്ങി കഴിയണം. കമാ യൻഖുറുൽ ഖുറാബു അദ്ദമ, കാക്ക രക്തം കൊത്തുന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്യരുത്? നിസ്കരിക്കരുത്. കാക്ക രക്തം കൊത്തുന്ന പോലെ, കാക്ക കൊത്തുന്ന നിസ്കാരം എന്ന് അറിയില്ലേ? അത് ഹദീസിൽ വന്ന പ്രയോഗമാണ്. കോഴി കൊത്തുന്ന നിസ്കാരം, കാക്ക കൊത്തുന്ന നിസ്കാരം, അങ്ങനെ നിസ്കരിക്കരുത്. എന്ത് ചെയ്യണം? റുക്കൂഉം സുജൂദൊക്കെ പൂർണ്ണമായിട്ട് ചെയ്ത് സാവകാശം കാണിക്കണം, അടങ്ങി ഒതുങ്ങിയിട്ടാണ് ചെയ്യേണ്ടത്. തല കുത്തി മറിഞ്ഞിട്ടുള്ള നിസ്കാരം പറ്റൂല എന്ന് മാത്രമല്ല, നിസ്കാരം എന്താവില്ല, ശരിയാവില്ല. കാരണം അതെന്താണ്? റുക്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്വഉന്നാസി സരിഖതൻ അല്ലദീ യസ്രിഖു മിൻ സ്വലാത്തിഹി, ഏറ്റവും മോശമായ മോഷണം നിസ്കാരത്തിൽ നിന്ന് മോഷ്ടിക്കലാണെന്ന് പറഞ്ഞത്. അപ്പോൾ സ്വഹാബിമാരെ ചോദിക്കുന്നുണ്ട്, നബിയെ എങ്ങനെ നിസ്കാരത്തിൽ നിന്ന് മോഷ്ടിക്കുക? നിസ്കാരത്തിൽ എങ്ങനെ മോഷണം നടത്തുക? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ യുതിമ്മു റുകൂഅഹാ വസുജൂദഹാ, ആ നിസ്കാരത്തിൻ്റെ റുകൂഉം സുജൂദൊന്നും എന്താവാതിരിക്കലാണ്? പൂർത്തിയാക്കി ചെയ്യാതിരിക്കലാണ്, തല കുത്തി മറിഞ്ഞ് നിസ്കരിക്കലാണ്. ആ നിസ്കാരം ശരിയല്ല എന്ന് മാത്രമല്ല, അത് ഏറ്റവും മോശമായ മോഷണമാണ്. ഇപ്പോൾ ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ ഷെയ്ഖ് അബ്ദുൽ അസീസ് അർ-റാജിഹി ഹഫ്ളഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, വൈലുള്ളിൽ മുത്തഫിഫീൻ എന്നാണല്ലോ ഖുർആൻ പറഞ്ഞത്. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവർക്ക് നാശം,
അവർക്ക് വൈൽ എന്നാണ് പറഞ്ഞത്. അത് ശക്തമായി താക്കീതാണ്. അപ്പൊ ദുനിയാവിൽ ഒരു വിഷയത്തിലെ അളവിലും തൂക്കത്തിലൊക്കെ കൃത്രിമം കാണിക്കുകയാണെങ്കിൽ അതന്നെ വലിയ വിഷയമാണെങ്കിൽ ദീനിന്റെ കാര്യത്തിൽ ഈ കൃത്രിമം കാണിക്കാന്ന് പറഞ്ഞാൽ അത് അതിനേക്കാളും വലിയ അപകടമാണ്. അപ്പോൾ ഈ ത്വമഅ്നീനത്ത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിസ്കാരത്തിൻ്റെ ഓരോ റുക്നുകളിലും ഓരോ കർമ്മങ്ങളിലും നമ്മൾ എന്ത് ചെയ്യണം? ആ ത്വമഅ്നീനത്ത്, ആ അടക്കവും ഒതുക്കവും കാത്തു സൂക്ഷിക്കണം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്.